നമസ്കാരം. ഷെക്കന നോളജ് ബാങ്കിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ പ്രധാന വിവരങ്ങൾ ഒറ്റനോട്ടത്തിൽ. ഗുജറാത്ത് ഫോറൻസിക് യൂണിവേഴ്സിറ്റിയിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ന്യൂഡൽഹിയിലെ നോർത്തേൺ റെയിൽവേ ആശുപത്രിയിൽ നഴ്സുമാർക്ക് അവസരം. കേന്ദ്ര സർക്കാരിന് കീഴിലെ പോലീസ് സേനകളിൽ സബ് ഇൻസ്പെക്ടർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. UGC നെറ്റിന് ജൂൺ 30 വരെ അപേക്ഷിക്കാം. പാരാമെഡിക്കൽ കോഴ്സുകളിലെ നവസാധ്യതകളെപ്പറ്റി ഡോക്ടർ ഡെയ്സൺ പാണയങ്ങാടൻ. സംരംഭം തുടങ്ങാൻ അനുകൂലമായ സർക്കാർ തീരുമാനങ്ങളെക്കുറിച്ച് TS ചന്ദ്രൻ. ആദ്യം നോക്കാം ഹയർ എഡ്യൂക്കേഷൻ. ഫോറൻസിക് സയൻസ്, ക്രിമിനോളജി തുടങ്ങിയ വിഷയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് ഗുജറാത്ത് ഫോറൻസിക് യൂണിവേഴ്സിറ്റിയിലെ വിവിധ പ്രോഗ്രാമുകളിലേക്ക് ഓഗസ്റ്റ് 15 വരെ അപേക്ഷിക്കാം. എൻട്രൻസ് തീയതി പിന്നീട് അറിയിക്കും. ഫോറൻസിക് സയൻസ് മുഖ്യ വിഷയമായ PG കോഴ്സുകൾ, PG ഡിപ്ലോമ കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എന്നിവയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കൂടാതെ എല്ലാ വിഷയങ്ങളിലും PhD പ്രോഗ്രാമുകളുമുണ്ട്. കോഴ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 07923977171. വെബ്സൈറ്റ് www.gfsu.edu.in. KGTE പ്രിന്റിംഗ് ടെക്നോളജി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും സംയുക്തമായി ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള 1 വർഷ KGTE പ്രിന്റിംഗ് ടെക്നോളജി കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ SSLC പാസ്സായവരായിരിക്കണം. അപേക്ഷാ ഫോം, പ്രോസ്പെക്ടസ് എന്നിവ 100 രൂപയ്ക്ക് നേരിട്ടും 125 രൂപ മണി ഓർഡറായി മാനേജിംഗ് ഡയറക്ടർ, കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്, പുന്നപുരം, പടിഞ്ഞാറേക്കോട്ട, തിരുവനന്തപുരം 24 എന്ന വിലാസത്തിൽ അയച്ചാൽ തപാലിലും ലഭിക്കും. വിവരങ്ങൾക്ക് 047124677728, 047124747720. വെബ്സൈറ്റ് www.captkerala.com. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ജൂൺ 30. ഭക്ഷ്യ സംസ്കരണ വ്യവസായ രംഗത്തെ പുത്തൻ തൊഴിൽ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന BTech, MTech ഫുഡ് ടെക്നോളജി കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. അതിവേഗം വളരുന്ന ഭക്ഷ്യ വ്യവസായ രംഗത്ത് മികച്ച ജോലി സാധ്യതയ്ക്കുള്ള വഴി തുറക്കുന്ന NIFTEM, NIFTEMന്റെ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പുഷ്ടിപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ഫുഡ് പ്രോസസ്സിംഗ് വ്യവസായ മന്ത്രാലയം നടത്തുന്ന സ്ഥാപനമാണ് ഹരിയാനയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി, എന്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. സർവകലാശാല പദവിയുള്ള സ്ഥാപനത്തിൽ ഫുഡ് അനലിസ്റ്റ്, ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയർ, ക്വാളിറ്റി കൺട്രോൾ മാനേജർ, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് സയന്റിസ്റ്റ് തുടങ്ങി ഉന്നത സ്ഥാനങ്ങളിൽ വരെ ചെന്നെത്താൻ സാധിക്കുന്ന BTech, MTech, PhD, MBA പ്രോഗ്രാമുകളാണ് ഉള്ളത്. MTechന് ജൂലൈ 15 വരെ അപേക്ഷിക്കാം. BTechന് JEE മെയിൻ രീതിയിലാണ് പ്രവേശനം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. www.niftem.ac.in. ഇമെയിൽ 2020admissioncell@gmail.com. സംസ്ഥാന സർക്കാർ നടത്തുന്ന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതുന്നവർക്കായി ജൂലൈ 4, 5 തീയതികളിൽ മാള മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ സൗജന്യ ഓൺലൈൻ പരീക്ഷ നടത്തുന്നു. ജൂലൈ 4 രാത്രി 9 മണി വരെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് 9072550002 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൊച്ചി CPETൽ ഡിപ്ലോമ കോഴ്സിന് ലാറ്ററൽ എൻട്രി അപേക്ഷിക്കാം. കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നടത്തുന്ന ജോലി സാധ്യതയുള്ള 2 ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ജൂലൈ 10 വരെ അപേക്ഷിക്കാം. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും. നിർദ്ദിഷ്ട സയൻസ് വിഷയങ്ങൾ പഠിച്ച് +2 ജയിച്ചവർക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടി 2 വർഷം കൊണ്ട് കോഴ്സ് പൂർത്തിയാക്കാം. SSLCക്കാർക്ക് 3 വർഷം കൊണ്ട് പഠിക്കാവുന്ന ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളാണ് ഇത്. പ്ലാസ്റ്റിക്സ് ടെക്നോളജി, പ്ലാസ്റ്റിക്സ് മോൾഡ് ടെക്നോളജി എന്നിവയാണ് കോഴ്സുകൾ. വിവരങ്ങൾക്ക് www.cpet.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്ലാന്റേഷൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന തീയതി നീട്ടി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടായ IIPM ബാംഗ്ലൂരു നടത്തുന്ന 24 മാസത്തെ PG ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്, ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് നേരിട്ട് അപേക്ഷ സ്വീകരിക്കുന്ന തീയതി ജൂൺ 30 നീട്ടി. ഓൺലൈൻ അപേക്ഷ ജൂലൈ 15 വരെ സ്വീകരിക്കും. ഫുഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ലൈഫ് സ്റ്റോക്ക്, ഡയറി, സെറികൾച്ചർ, ബയോടെക്നോളജി, ബിസിനസ് മാനേജ്മെന്റ്, കൊമേഴ്സ് തുടങ്ങിയ വിഷയങ്ങളിലെ സർവകലാശാല ബിരുദത്തിൽ 50% മാർക്ക് അല്ലെങ്കിൽ തുല്യ ഗ്രേഡ് പോയിന്റ് ആവറേജ് എങ്കിലും നേടി വിജയിച്ചവർക്കാണ് അവസരം. കേന്ദ്ര സർക്കാർ മാനദണ്ഡപ്രകാരം സീറ്റ് സംവരണം ഉണ്ടായിരിക്കും.
വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 08023212767. വെബ്സൈറ്റ് www.iipmb.edu.in. ആരോഗ്യ പരിപാലന രംഗത്ത് പുത്തൻ തൊഴിൽ സാധ്യതകൾ തുറന്നു തരുന്ന ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി തുടങ്ങിയ പാരാമെഡിക്കൽ കോഴ്സുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് കരിയർ വിദഗ്ധനും തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അധ്യാപകനുമായ ഡോക്ടർ ഡെയ്സൺ പാണയങ്ങാടൻ. +2 സയൻസ് പൂർത്തീകരിച്ചവർക്ക് മുമ്പിലുള്ള വലിയൊരു തൊഴിൽ സാധ്യതയാണ് ഫിസിയോതെറാപ്പി കോഴ്സുകൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പരക്കെ അറിയപ്പെടുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ആകുന്നതിനുള്ള യോഗ്യത. 4 വർഷത്തെ കോഴ്സാണ്. രണ്ടാം വർഷത്തെ +2 രണ്ടാം വർഷത്തെ അല്ലെങ്കിൽ പ്ലസ് ടുവിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ വിഷയങ്ങളിലെ മാർക്ക് ഏകീകരിച്ച് കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം 2019 അക്കാദമിക വർഷം ഇതിൻ്റെ അഡ്മിഷൻ ക്രമീകരിച്ചിരുന്നത് LBSൻ്റെ നേതൃത്വത്തിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏജൻസി, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള LBS സെൻറ്ററിൻ്റെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ അഡ്മിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും +2 റിസൾട്ട് വരുന്ന അതേ ആഴ്ച തന്നെ വിത്തിൻ 1 or 2 വീക്സ് 10-15 ദിവസത്തിനകം തന്നെ ഫിസിയോതെറാപ്പി കോഴ്സിനുള്ള ആപ്ലിക്കേഷൻ സംസ്ഥാന സർക്കാർ LBS മുഖാന്തരം വിളിക്കാറുണ്ട്. ആശുപത്രികളുമായി കേന്ദ്രീകരിച്ച്, ഒപ്പം തന്നെ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളുമായിട്ട് കേന്ദ്രീകരിച്ച് വലിയ ഒരു തൊഴിൽ സാധ്യത തന്നെ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പഠിച്ച വിദ്യാർത്ഥികൾക്ക് നിലവിലുണ്ട് എന്നത് വളരെ നഗ്നമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. നേരത്തെയൊക്കെ നമ്മളൊക്കെ ആയുർവേദ രംഗത്ത് ഉഴിച്ചിൽ വിദഗ്ധരെയൊക്കെ കണ്ടുപരിചയമുണ്ട്, കേട്ടുപരിചയമുണ്ട്. ശാസ്ത്രീയമായി ഉഴിച്ചിലിൻ്റെ വിവിധ വശങ്ങളെ, വിവിധ മാനകങ്ങളെ കൈകാര്യം ചെയ്യുകയും അത് ശാസ്ത്രീയപരമായി തന്നെ പ്രായോഗികമാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം തന്നെയാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് സ്ട്രോക്കൊക്കെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടൊക്കെ ചികിത്സയിൽ കഴിയുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ്, കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം കൂടിയാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾ എന്ന കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. 4 വർഷത്തെ കോഴ്സും ഒപ്പം തന്നെ 6 മാസത്തെ ഇൻറ്റേണലുമാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് വേണ്ടത്. കേരളത്തിനകത്ത് നിരവധി സ്ഥാപനങ്ങളിൽ ഫിസിയോതെറാപ്പി പ്രൊഫഷണലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഡിഗ്രി കോഴ്സ്, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി, BPT എന്ന് പറയുന്ന കോഴ്സ് പ്രൊഫഷണലായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും വലിയ ഒരു തൊഴിൽ മേഖല തെറാപ്പിസ്റ്റുകൾക്ക് അവശേഷിക്കുന്നുണ്ട്. +2 കഴിഞ്ഞവർക്ക് എത്തിപ്പിടിക്കാവുന്ന മറ്റൊരു തൊഴിൽ മേഖലയാണ്, പ്രത്യേകിച്ച് ആരോഗ്യ സേവന വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു തൊഴിൽ മേഖലയാണ് സ്പീച്ച് തെറാപ്പി, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഫഷനെ സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു തൊഴിൽ മേഖല. നമുക്കറിയാം, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള, വിക്കുള്ള കുട്ടികളിൽ, അതുപോലെ തന്നെ ഏതെങ്കിലും അപകടങ്ങൾ മൂലം അല്ലെങ്കിൽ സ്ട്രോക്കൊക്കെ വന്ന് സംസാരശേഷി ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയൊക്കെ സേവന മനോഭാവത്തോടു കൂടെ അവരെ പഴയ ഒരു പ്രവർത്തന മേഖലയിലേക്ക്, അല്ലെങ്കിൽ വിക്കൊന്നുമില്ലാതെ സർവ്വസ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക എന്നതാണ് സ്വാഭാവികമായിട്ടും സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സ്പീച്ച് പത്തോളജിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല അല്ലെങ്കിൽ ജോലി മേഖല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തിരുവനന്തപുരം എന്ന സ്ഥാപനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ദേശീയ സ്ഥാപനം എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി, നമ്മുടെ തൃശ്ശൂരിലുള്ള മുളങ്കുത്ത ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലും മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഈ പറയുന്ന ഓഡിയോളജി കോഴ്സുകൾ, അതിൻ്റെ കോഴ്സിൻ്റെ പേര് BASLP എന്നാണ്, ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. 3-4 വർഷം, അതിൻ്റെ ഇൻറ്റേൺഷിപ്പും അതിൻ്റെ പ്രാക്ടീസൊക്കെ അടക്കം 3 മുതൽ 4 വർഷം വരെ ദൈർഘ്യമുള്ള കോഴ്സ് തന്നെയാണ് ഈ BASLP എന്ന് പറയുന്ന കോഴ്സ്. നിലവിൽ കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു സാധ്യത പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ച് ആരോഗ്യ സേവന രംഗത്ത്, റീഹാബിലിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തന രംഗത്ത്, അല്ലെങ്കിൽ കുട്ടികളുടെ ഈ പറയുന്ന സംസാരശേഷി വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തന രംഗത്തൊക്കെ അവശേഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ +2 പൂർത്തീകരിച്ച ശേഷം അല്പം ഒരു സേവന മനോഭാവമുണ്ടെങ്കിൽ സമൂഹത്തിലെ ഒരു ആശ്രയം അനുഭവിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ആശ്രയം വേണ്ടുന്ന ആളുകളെ സഹായിക്കാനുള്ള സഹായ മനസ്കതയും ഒപ്പം തന്നെ സേവന മനോഭാവമുണ്ടെങ്കിൽ ശോഭിക്കാവുന്ന ഒരു വലിയ ജോലി സാധ്യതയാണ് സ്പീച്ച് പത്തോളജിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ്. ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സുപ്രധാന തൊഴിൽ മേഖലയാണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്.
ഈ അടുത്ത കാലത്താണ് ഒക്കുപേഷണൽ തെറാപ്പി അല്ലെങ്കിൽ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന പേര് നാം കേട്ടു തുടങ്ങിയത്. ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കൂടെ, സ്പീച്ച് പത്തോളജിസ്റ്റിൻ്റെ കൂടെ, സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ കൂടെ ഒരു ടീമംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു സാധ്യതയാണ് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്. ഒരാൾക്ക് സ്വയം അവനവൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഒക്കുപേഷണൽ തെറാപ്പി അല്ലെങ്കിൽ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യം അനിവാര്യമായിട്ട് വരിക ഒരാൾക്ക് സ്വയം അയാളുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ, ഏതെങ്കിലും അപകട നില തരണം ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം തനിയെ ഒന്നും ചെയ്യാനാകാത്ത സ്ഥിതിവിശേഷം കൈവരുമ്പോൾ അവരെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. നേരത്തെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കാര്യം സൂചിപ്പിച്ചപ്പോഴും ഒപ്പം തന്നെ സ്പീച്ച് പത്തോളജിസ്റ്റിൻ്റെ കാര്യം സൂചിപ്പിച്ചപ്പോഴും വലിയ ഒരു സാമൂഹ്യ സേവന മനോഭാവമുള്ളവർക്കാണ് ഈ മേഖലയിൽ ശോഭിക്കാനാവുക. ഒരു പക്ഷേ ഒരു പ്രൊഫഷനേക്കാളുപരി, മാസശമ്പളം വാങ്ങുന്ന ഒരു പ്രൊഫഷനേക്കാളുപരി ഒരു സേവന മനോഭാവത്തോടു കൂടെ ഒരു സാമൂഹ്യ മാനത്തോടു കൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ മേഖലയിൽ ശോഭിക്കാനാവുക. കാരണം ഇവിടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ മാനസികമായും ശാരീരികമായും അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിൽ അത്തരത്തിൽ മാനസികമായിട്ട് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ശാരീരികമായി വേണ്ടത്ര പ്രവർത്തനങ്ങൾ സ്വന്തം കാര്യം പോലും പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്കിടയിലാണ് അവരുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ അവരെ മാനസികമായിട്ട് ഒരുക്കുക, ശാരീരികമായിട്ട് ഒരുക്കുക എന്നതുകൂടി ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ദൗത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒക്കുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു ജോലിയല്ല, മറിച്ച് മറ്റ് 2-3 വിഭാഗങ്ങളുടെ കൂടെ ചേർന്ന്, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കൂടെ ചേർന്ന്, സ്പീച്ച് പത്തോളജിസ്റ്റിൻ്റെ കൂടെ ചേർന്ന്, സൈക്കോളജിസ്റ്റിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ജോലി സാധ്യതയാണ് ഈ പറയുന്ന ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്. നാട്ടിൽ വലിയ സാധ്യതകൾ അവശേഷിപ്പിക്കുന്നത്, നാട്ടിനേക്കാൾ ഉപരി വിദേശ രാജ്യങ്ങളിൽ വലിയ ഒരു ജോലി സാധ്യതയാണ്, സേവന തൽപരരായിട്ടുള്ള ആളുകൾക്ക് വലിയ ജോലി സാധ്യതയാണ് ഒക്കുപേഷണൽ തെറാപ്പിയിലൂടെ കൈവരാൻ പോകുന്നത്. ഇനി കരിയർ ഡെസ്ക്. ഓഗസ്റ്റിൽ ആരംഭിക്കുന്ന ഫുൾ ബ്രൈറ്റ് നെഹ്റു ഡോക്ടറൽ ഫെലോഷിപ്പിന് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ ആണ് ഡോക്ടറൽ റിസർച്ച് ഫെലോഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വിസ സപ്പോർട്ട്, പ്രതിമാസ സ്റ്റൈപ്പൻഡ്, എയർ ട്രാവൽ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ അടങ്ങുന്നതാണ് ഫെലോഷിപ്പ്. ഇന്ത്യയിലെ സ്ഥാപനങ്ങളിൽ ഗവേഷണം നടത്തുന്നവർക്ക് US-ലെ മുൻനിര സ്ഥാപനങ്ങളിൽ 6 മാസം മുതൽ 9 മാസം വരെയുള്ള ഗവേഷണത്തിനാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് www.usief.org.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ജൂലൈ 15. കര, നാവിക, വ്യോമസേനകളിലെ കമ്മീഷൻഡ് ഓഫീസർമാരാകാനുള്ള NDA പരിശീലനത്തിന് +2 പാസ്സായ ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈനിലൂടെ ജൂലൈ 6 വരെ അപേക്ഷ സമർപ്പിക്കാം. കണ്ണൂർ ഏഴിമല നേവൽ അക്കാദമിയിലെ പരിശീലനത്തിനുള്ള സെലക്ഷനും ഒരേ അപേക്ഷ വഴിയാണ്. ആകെ 413 സീറ്റുകളാണ് ഉള്ളത്. +2 സർട്ടിഫിക്കറ്റ് 2021 ജൂൺ 24-നകം സമർപ്പിക്കാവുന്നവർക്ക് അപേക്ഷിക്കാം. സെപ്റ്റംബർ 6-ന് UPSC നടത്തുന്ന എഴുത്തു പരീക്ഷയിലും തുടർന്ന് SSB ഇന്റർവ്യൂവിലും മികവ് പുലർത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് UPSC വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക. www.upsc.gov.in. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബംഗളൂരു HMD മെഷീൻ ടൂൾസ് ലിമിറ്റഡിൽ വിവിധ ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 4 വർഷത്തേക്കാണ് നിയമനം. പ്രോജക്ട് ഡെപ്യൂട്ടി എഞ്ചിനീയർ, പ്രോജക്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ, ജൂനിയർ ഓഫീസർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും www.hmtmachinetools.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 8. NTPCയിൽ 100 എഞ്ചിനീയറിംഗ് ട്രെയിനി ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷത്തേക്കാണ് നിയമനം. എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ 65% മാർക്കോടെ ബിരുദമാണ് യോഗ്യത. അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. പ്രായപരിധി 27 വയസ്സാണ്. www.ntpccareers.net എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. 150 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST വിഭാഗക്കാർ, വിമുക്ത ഭടന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 6. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് കമ്മീഷൻ 2020-ന് UPSC അപേക്ഷ ക്ഷണിച്ചു. 47 ഒഴിവുകളാണുള്ളത്.
മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ഒക്ടോബർ 16-നാണ് പരീക്ഷ. കേരളത്തിൽ തിരുവനന്തപുരമാണ് സെന്റർ. സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. അവസാന വർഷ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാം. പ്രായം 2020 ഓഗസ്റ്റ് 1-ന് 21-നും 30-നും മധ്യേ. SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും വയസ്സിൽ ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് 200 രൂപ. വനിതകൾ, SC/ST വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഫീസില്ല. അപേക്ഷ സമർപ്പിക്കുന്നതിന് UPSC വെബ്സൈറ്റ് സന്ദർശിക്കുക. www.upsconline.nic.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 30. ഹിന്ദി ഭാഷയിൽ പ്രാവീണ്യമുള്ളവർക്ക് ലോകസഭയിൽ ട്രാൻസ്ലേറ്ററുടെ ഒഴിവുകൾ. ലോകസഭാ സെക്രട്ടേറിയറ്റിൽ 47 ട്രാൻസ്ലേറ്റർ ഒഴിവുകളാണ് ഉള്ളത്. ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദവും ഇംഗ്ലീഷ് ഒരു വിഷയമായുള്ള ബിരുദം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും ഹിന്ദി ഒരു വിഷയമായുള്ള ബിരുദം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ അടിസ്ഥാന വിഷയങ്ങളായുള്ള ബിരുദവുമാണ് അടിസ്ഥാന യോഗ്യത. കൂടാതെ ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും തിരിച്ചുമുള്ള പരിഭാഷയുടെ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സ്, ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്കോ തിരിച്ചോ ഉള്ള പരിഭാഷയിൽ 2 വർഷത്തെ സർക്കാർ സ്ഥാപനങ്ങളിലെ പരിചയം എന്നിവയാണ് യോഗ്യതകൾ. പ്രായപരിധി 27 വയസ്സ്. 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് 29 വയസ്സ്. അപേക്ഷാ ഫോമിനും വിവരങ്ങൾക്കും www.loksabha.nic.in സന്ദർശിക്കുക. അപേക്ഷ അയക്കേണ്ട ഇമെയിൽ recruitment-ls@sansad.nic.in. അവസാന തീയതി ജൂലൈ 27. ലക്നൌവിലെ സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 825 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ജൂലൈ 10 മുതൽ അപേക്ഷ സ്വീകരിക്കും. സിസ്റ്റർ ഗ്രേഡ് 2 617 ഒഴിവുകൾ. ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് 23 ഒഴിവുകൾ. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് 134 ഒഴിവുകൾ. റേഡിയോഗ്രാഫി ടെക്നീഷ്യൻ 4 ഒഴിവുകൾ. റേഡിയോളജി ടെക്നീഷ്യൻ 26 ഒഴിവുകൾ. മെഡിക്കൽ സോഷ്യൽ സർവീസ് ഓഫീസർ 11, ഡ്രൈവർ 10 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. ജൂലൈ 10 മുതൽ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും www.sgpgi.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. UGC നെറ്റ് ഉൾപ്പെടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന വിവിധ പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള തീയതി ജൂൺ 30 വരെ നീട്ടി. UGC നെറ്റ് ജൂൺ, ജോയിന്റ് CSIR UGC നെറ്റ് ജൂൺ, IGNO PhD ആൻഡ് ഓപ്പൺ മാറ്റ് പ്രവേശന പരീക്ഷ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് AIEEA, JNU പ്രവേശന പരീക്ഷ, ഓൾ ഇന്ത്യ ആയുഷ് PG പ്രവേശന പരീക്ഷ എന്നിവയ്ക്ക് ജൂൺ 30 വരെ അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് www.nta.ac.in. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ പോലീസ് സേനകളിലേക്ക് 1564 സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുകളിൽ 1395 ഒഴിവുകളും ഡൽഹി പോലീസിൽ 169 ഒഴിവുകളുമാണ് ഉള്ളത്. പുരുഷന്മാർക്കും വനിതകൾക്കും അവസരമുണ്ട്. ബിരുദമാണ് യോഗ്യത. CRPF, BSF, ITBP, CISF, SSB എന്നിവയാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന കേന്ദ്ര പോലീസ് സേനകൾ. ശമ്പളം 35,400 മുതൽ 1,12,400 വരെ. 2021 ജനുവരി 1-ന് 20-നും 25-നും മധ്യേ പ്രായമുള്ളവരായിരിക്കണം അപേക്ഷകർ. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും പ്രായ ഇളവുകളുണ്ട്. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കും. എഴുത്തുപരീക്ഷ, ശാരീരിക ക്ഷമതാ പരീക്ഷ, മെഡിക്കൽ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവയാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ. വനിതകൾ, SC/ST വിഭാഗക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. മറ്റുള്ളവർക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായോ SBI ചലാൻ മുഖേനയോ ഫീസ് അടയ്ക്കാം. അവസാന തീയതി ജൂലൈ 16. വിശദവിവരങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് കാണുക. www.ssc.nic.in. നോർത്തേൺ റെയിൽവേക്ക് കീഴിൽ ന്യൂഡൽഹിയിൽ പ്രവർത്തിക്കുന്ന നോർത്തേൺ റെയിൽവേ സെൻട്രൽ ആശുപത്രിയിൽ നഴ്സുമാർ ഉൾപ്പെടെ 128 ആരോഗ്യ പ്രവർത്തകരുടെ ഒഴിവിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ജനറൽ ഡ്യൂട്ടി ഡോക്ടർ 10, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ 10, പാരാമെഡിക്കൽ സ്റ്റാഫ് നഴ്സ് 40, മൾട്ടിപർപ്പസ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് 30, ഹൗസ് കീപ്പിംഗ് അസിസ്റ്റന്റ് 30, ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് 8 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. ജൂലൈ 8-ന് അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക്
nr.indianrailways.gov.in എന്ന വെബ്സൈറ്റിൽ റിക്രൂട്ട്മെന്റ് ഇൻഫോ കാണുക. കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സഹായമാകുന്ന രീതിയിൽ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള നിയമ ഭേദഗതികളെക്കുറിച്ചും നയമാറ്റങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് വ്യവസായ വകുപ്പിൽ നിന്നും ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച TS ചന്ദ്രൻ. ഒരു പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് ഈ 2020 ജനുവരി 21 ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പുറപ്പെടുവിച്ചൊരു നിയമമാണ്, ഒരു ഉത്തരവാണ്. അതിൽ പറയുന്നത് ചെറുകിട വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന്, നാനോ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് അതിനാവശ്യമായിട്ടുള്ള പവർ, കറണ്ട് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അതിൻ്റെ പവർ, ആ പവർ 5 HP-യിൽ താഴെയാണെങ്കിൽ ലോക്കൽ ബോഡി ലൈസൻസേ എടുക്കേണ്ടതില്ല. പകരം പൊല്യൂഷൻ ഉണ്ട് എന്ന് തെളിയിക്കുന്ന കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റോ അതുപോലെ DICയുടെ സർട്ടിഫിക്കറ്റോ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ഒരു അനുമതിയോ എടുത്താൽ മതി. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ 5 HP പവറിൽ താഴെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും പൊല്യൂഷൻ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വ്യവസായ കേന്ദ്രങ്ങളിലെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർക്ക് അതിൻ്റെ മുകളിൽ വരുന്ന ജീവനക്കാർക്കും സ്റ്റാഫിനും റൈറ്റുണ്ട്, അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യവസായ വകുപ്പിൻ്റെ അനുമതിയോടുകൂടി ഈ 5 HP പവറിൽ താഴെ വരുന്ന എല്ലാത്തരം സംരംഭങ്ങളും ഇനിമേൽ വിദേശ മലയാളികൾക്കും മറ്റുള്ളവർക്കും തുടങ്ങാൻ കഴിയും. അതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതാണ് ഈ വർഷം വന്ന പ്രകടമായ ഒരു ഉത്തരവ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ മറ്റൊരു സുപ്രധാനപ്പെട്ട നിയമ ഭേദഗതി വന്നത് 2019 2019 MSME ഫെസിലിറ്റേഷൻ ആക്ട് സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങൾ സുഗമമാക്കുന്ന നിയമം 2019 എന്ന പേരിലൊരു നിയമം വന്നു. ഈ നിയമമാവട്ടെ ശരിക്കും കേരളത്തിലെ വ്യവസായികൾ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് ഒത്തിരി സൗകര്യങ്ങൾ പുതുതായി സംരംഭ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു നിയമമാണ്. ഈ നിയമം പറയുന്നത്, നിങ്ങൾ ഒരു സംരംഭം പ്ലാൻ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ മുൻകൂർ ലൈസൻസിന് വേണ്ടി ഒരിടത്തും നടക്കണ്ട, മുൻകൂർ ലൈസൻസ് ഒന്നും നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ സംരംഭം തുടങ്ങിക്കോളും. ഇതിനുള്ള അനുമതി ഒരു ഓൺലൈൻ പോർട്ടലിൽ നിന്നും, KSWIFT എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടലിൽ നിന്നും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് എടുക്കാം. ഇതിൽ പറയുന്നത് 10 കോടി രൂപയിൽ താഴെ നിക്ഷേപം വരുന്ന സ്ഥാപനങ്ങൾ, അതായത് 10 കോടി രൂപയിൽ താഴെ പ്ലാന്റിലും മെഷീനറിയിലും നിക്ഷേപം വരുന്ന സ്ഥാപനങ്ങൾ ആയിരിക്കണം. 10 കോടിക്ക് മുകളിലാണെങ്കിൽ ലൈസൻസ് എടുത്തിട്ട് നടത്താൻ പറ്റും. അതോടൊപ്പം റെഡ് കാറ്റഗറിയിൽ വരുന്ന സ്ഥാപനങ്ങൾ ആയിരിക്കരുത്. റെഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ചധികം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളാണ് റെഡ് കാറ്റഗറിയിൽ വരുന്നത്. ഈ പിഗ് ഫാമുകൾ, മൈനിങ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ ഈ പെട്രോളിയം പ്രോഡക്റ്റുകൾ റിഫൈൻ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഫാർമ പ്രോസസ്സിങ് സ്ഥാപനങ്ങൾ, അങ്ങനെ അക്യൂട്ടായിട്ടുള്ള പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ മാത്രമേ റെഡ് കാറ്റഗറിയിൽ വരുന്നുള്ളൂ. ഈ റെഡ് കാറ്റഗറി ഒഴികെയുള്ള എല്ലാത്തരം വ്യവസായ സ്ഥാപനങ്ങൾക്കും, അത് വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച്, ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാത്തരം വ്യവസായ സ്ഥാപനങ്ങൾക്കും മുൻകൂർ ലൈസൻസ് എടുക്കാതെ നിങ്ങൾക്ക് തുടങ്ങാം. അപ്പോൾ 10 കോടിക്ക് താഴെയും അതുപോലെ തന്നെ റെഡ് കാറ്റഗറിയിലും വരാത്ത എല്ലാത്തരം ബിസിനസ് സംരംഭങ്ങളും, അവിടെ പവർ ലിമിറ്റ് ഒന്നുമില്ല, ബിസിനസ് സംരംഭങ്ങളും മുൻകൂർ ലൈസൻസ് എടുക്കാതെ തന്നെ ഇപ്പോൾ വരുന്ന ഒരു വ്യവസായിക്ക് മറ്റന്നാൾ സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് തുടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നെൽവയലുകൾ നികത്താൻ പാടില്ല. നെൽവയൽ സംരക്ഷണ നിയമം, തണ്ണീർത്തട സംരക്ഷണ നിയമം അത് അംഗീകരിച്ച് വേണം സംരംഭം പ്ലാൻ ചെയ്യാനായിട്ട്. രണ്ടാമത് പറയുന്നത്, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വ്യവസായം തുടങ്ങാനായിട്ട് തിരഞ്ഞെടുക്കരുത്. മൂന്നാമതായിട്ട് പറയുന്നത്, തീരദേശ പരിപാലന നിയമം അതടക്കമുള്ള കേന്ദ്ര നിയമങ്ങൾ പാലിച്ച് അവിടെയൊന്നും നമ്മുടെ വ്യവസായങ്ങൾ പ്ലാൻ ചെയ്യാൻ പാടില്ല.
അതുപോലെ ഈ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചില ഏരിയകളെ സെൻസിറ്റീവ് ഏരിയകളായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അവിടെയും വ്യവസായം തുടങ്ങാൻ പാടില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സംരംഭം യാതൊരു ലൈസൻസും എടുക്കാതെ തന്നെ ഉടനെ മടങ്ങിയെത്തുന്ന വ്യവസായികൾക്ക് ഉടനെ വ്യവസായം തുടങ്ങുന്നതിന്, പ്രവാസികൾക്ക് വ്യവസായം തുടങ്ങുന്നതിന് അനുമതി നൽകുന്ന ഒരു നിയമമാണ് 2019 സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങൾ സുഗമമാക്കൽ നിയമം എന്ന് പറയുന്നത്. ആ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ആർക്കും ഇത് പ്രകാരമുള്ള അനുമതി ഇപ്പോൾ നേടിയെടുക്കാൻ കഴിയും. അതിന് ആധാർ കാർഡും ഒരു ഫോട്ടോയുമായിട്ട് നമുക്ക് നേരിട്ട് അതത് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലോ താലൂക്ക് വ്യവസായ ഓഫീസുകളിലോ അതുപോലെ ബ്ലോക്ക്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ അടുത്തോ നേരിട്ട് പോയി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്കതിനൊരു അനുമതി മേടിച്ച് എടുക്കാനും അതനുസരിച്ച് സംരംഭം നടത്താനും പറ്റും. അതിനാണ് സംരംഭകർ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിലൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിൽ കേവലം വ്യവസായ സ്ഥാപനങ്ങൾ മാത്രമല്ല വരുന്നത്. ഹോട്ടലുകൾ വരുന്നുണ്ട്, റിസോർട്ടുകൾ വരുന്നുണ്ട്, ഫാമുകൾ വരുന്നുണ്ട്, ഒരു ഡയറിയോ ചിക്കനോ അതുപോലുള്ള ഫാമുകൾ വരുന്നുണ്ട്. അതുപോലെ മിക്കവാറും എല്ലാത്തരം ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റികളും ഈ ലൈസൻസിൻ്റെ പെർവ്യൂവിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് 2018 കേരള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് എന്നൊരു ആക്ട് കൂടി 2018 നിലവിൽ വന്നിട്ടുണ്ട്. ഈ ആക്ട് പറയുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് ഏത് സമയത്തും ഒരു വ്യവസായം വലിയ കാത്തിരിപ്പില്ലാതെ തുടങ്ങാൻ അനുമതി നൽകുന്ന നിയമമാണ്. ഒന്നാമത് അതിൽ പറയുന്നു, നിങ്ങൾക്ക് വേണ്ട ലൈസൻസുകൾക്കും അനുമതികൾക്കുമായിട്ട് നിങ്ങൾ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ ഫോം ഫയൽ ചെയ്യുകയും ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അനുമതി വേണമെന്ന് ആ സോഫ്റ്റ്വെയർ തീരുമാനിക്കുകയും അവർക്ക് ഓൺലൈനായി സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ റിക്വയർഡ് ഫീസും അടച്ച് ഈ K-Swift എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കയറി ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാം. 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പൂർണ്ണമായും സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ അതിൽ കുറവുകളുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ സംരംഭകരെ വിളിച്ച് അറിയിച്ച് ആ കുറവുകൾ പരിഹരിക്കണം. 30 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. ഇതാണ് ആ നിയമം പറയുന്നത്. 30 ദിവസത്തിനുള്ളിൽ ഈ ലൈസൻസ് കൊടുക്കുന്നത്, അനുമതി കൊടുക്കുന്നത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തില്ല എങ്കിൽ അനുമതി കിട്ടിയതായിട്ട് കണക്കാക്കി അദ്ദേഹത്തിൻ്റെ മെയിൽ ബോക്സിൽ അതിനുള്ള അനുമതി വന്ന് കിടക്കും. ആ അനുമതി വെച്ചുകൊണ്ട് അവർക്ക് സംരംഭം തുടങ്ങാൻ പറ്റും. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറയുന്ന 2018 മൂന്നാമത്തെ സംഗതിയിൽ പറയുന്നത്. ഇതിൽ തന്നെ വേറെ കുറേയേറെ ബെനിഫിറ്റ്സ് സംരംഭകർക്ക് പറയുന്നുണ്ട്. നിക്ഷേപം നടത്തുന്ന സംരംഭകർക്ക് ഏതെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ പാടില്ല. സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പൊല്യൂഷൻ ആ സ്ഥാപനത്തിൽ നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുകയാണ് എങ്കിൽ അത് പരിശോധിക്കുന്നതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ അറിയിക്കണം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അത് പരിശോധിക്കണം. അത് പരിശോധിച്ചിട്ട് അത്തരത്തിലൊരു ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് പരിഹരിക്കുന്നതിന് സഫിഷ്യൻ്റായ സമയം ഈ സംരംഭകന് കൊടുക്കണം. എന്നിട്ടും അദ്ദേഹം അത് പരിഹരിക്കുന്നില്ല എങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അനുമതി കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അനുകൂലമായി വന്നിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതോടെ ഷെക്കീന നോളജ് ബാങ്ക് പൂർണ്ണമാകുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9496 165711. നന്ദി, നമസ്കാരം.